അന്തിക്രിസ്തുവിന്റെ നാളുകളിൽ സാത്താന്മാർ പള്ളിമണികൾക്ക് ഇടയിലൂടെ ആക്രമിക്കാൻ എത്തുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുള്ളതും അച്ഛൻ മറക്കണ്ട. അതൊക്കെ വലിയവരെ കുറിച്ച് എഴുതിയിട്ടില്ല മക്കളെ. എന്തിനാ അങ്ങോട്ട് കെട്ടിയിട്ടേ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് വരുന്നെങ്കിൽ അതിന് കൂട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ അച്ഛോ, അത് അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ബുള്ളറ്റ് അച്ഛോ, ഞങ്ങൾ എങ്ങനെ? സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? എന്താണ് കാര്യം എന്ന് തുറന്നു പറയൂ മക്കളെ. ഞങ്ങളുടെ ഐസ്ക്രീം പാർലറും കമ്പ്യൂട്ടറും ഒക്കെ ഇടിച്ച് തകർത്തു. ഫുൾ തണ്ണിയിലായിരുന്നു ഈപ്പച്ചൻ. ഏത് ഈച്ചപ്പൻ? ഈച്ചപ്പൻ അല്ലച്ചോ, എക്സ്പോർട്സിലെ ഈപ്പച്ചൻ. ഈപ്പച്ചനോ? അത് കർത്താവിനോട് പറയാള് കർത്താവിനോട് പറയാ, പോലീസിനോട് പറയാള് പോലീസിനോട് പറയാ. അച്ഛൻ പോലീസ് അല്ല മക്കളെ, ചെല്ലേ. പോലീസിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അച്ഛോ. അച്ഛനാണ് ഞങ്ങളുടെ പോലീസ്. അച്ഛന് ഞങ്ങളുടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തരണം. ആക്കി തരാം, നിർത്ത്. കഴുതകളെ, മിണ്ടിപ്പോരുത്, കൊല്ലി ഞാൻ. നിന്നെയൊക്കെ കൊല്ലാൻ വിട്ട എന്ന് വേണം പറയാൻ. ഏത് തെണ്ടിച്ചെറുക്കനും ഒരു കാറ്റപ്പെട്ട് വാങ്ങിക്കൊടുത്താൽ കല്ല് വെച്ചൊരു മാങ്ങയെങ്കിലും അടിച്ച് താഴെയിടും. ഇത് തോക്കുണ്ടെങ്കിൽ തന്നെ വെടിവെക്കാൻ പേടി, വെടിവെച്ചാൽ തന്നെ കൊള്ളിക്കാൻ മടി. എന്തിന്? തോക്ക് മടിയിൽ നെടുക്കാൻ തന്നെ മടി. ഒരു ചാൻസ് കൂടി തരണം തമ്പി സാർ. ഓ, ഇനി എന്റെ കാശ് പൊടിപ്പിക്കാനായിരിക്കും. ഇനി പ്രൊഫഷണൽ കില്ലിംഗ് ഒന്നും വേണ്ട, സാധാ കില്ലിംഗ് മതി. ഒന്നുമില്ലായിരുന്ന ഈ തമ്പിയെ പിടിച്ച് സ്പോർട്സിന്റെ പാർട്ട്ണറാക്കി ഈ നിലയിൽ എത്തിച്ചത് ഈ പച്ചനാണെന്നുള്ള കാര്യം സത്യ. പക്ഷേ കുറച്ചു നാളായി ഞാൻ പേരിന് വെറും ഒരു പാർട്ട്ണറാ. കമ്പനിയുടെ ലാഭം വീതിക്കുമ്പോ കരുണ തോന്നി എന്തെങ്കിലും തന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ചിലപ്പോ എന്റെ പാർട്ണർഷിപ്പ് സ്ഥാനം തന്നെ തെറിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പച്ചനെ തട്ടണം. അതെങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. പോയി അകത്ത കാഞ്ച തൊളിച്ചിരിക്കേ. ഒന്നും തട്ടി മുട്ടി താഴെ എഴുതരുത്. പാമ്പിന്റെ ചെവി അവക്ക്. പാമ്പിന് ചെവിയുണ്ടോ? ഒന്ന് പോടാ. തമ്പിച്ചായ, എന്താ ഇത്? എന്ത്? ഈപ്പച്ച മുതലാളിയെ ആരാ എപ്പോഴും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നേ? എനിക്കാകെ പേടിയാന്നോ. തമ്പിച്ചായൻ ഈപ്പച്ചന്റെ പാർട്ട്ണർ അല്ലേ? ആ നിലയ്ക്ക് ഇവിടെ ആരെങ്കിലും വന്നാലോ? ദൈവാധീനം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കും. എന്നെ ആര് കൊല്ലാൻ? എന്തിന് കൊല്ലണം? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയേ, വലിയ വലിയ ബിസിനസ്സുകാരാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ഈ ടാറ്റായും ബെർലായും ഒക്കെ ആരായിരുന്നു? വലിയ വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമായിരുന്നില്ലേ? എന്ന് വെച്ച് അവർക്കൊക്കെ ഇങ്ങനെ വല്ലത് സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സ്മാൾ ബ്രെയിൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതല്ലെന്നേ. പിന്നെ? അതെ, ആ ബീച്ചസ് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഓ, അതാണോ കാര്യം? ഗേളിയുടെ മോഹം ഞാൻ സാധിച്ചു തരാതിരിക്കുവോ? ഗേളിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹല്ലേ? അപ്പോ നമ്മുടെ ഈ ആഗ്രഹം എപ്പോഴാ സാധിക്കുന്നേ? കൂടിയാൽ ഒരാഴ്ച. അതിനു മുമ്പ് എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈപ്പച്ച, എന്താടാ? എന്താ നിനക്ക് പറ്റിയേ? എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? ചേച്ചി എന്താ കേട്ടെ? എന്താന്നോ? എന്താ ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നേ? മലയാള മനോരമ. തമാശ കളഞ്ഞീ. എന്റെ പൊന്നു ചേച്ചി, വണ്ടി കൊണ്ട് ഇടിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ സത്യമാ. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതല്ലേ ഞാൻ വന്നേ. എന്തേലും സംഭവിക്കുന്നതിന് മുൻപ് ഈ ജീവിത രീതിയൊക്കെ മാറ്റണം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്ക? ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമൊക്കെ ആവുമ്പോ എല്ലാം നേരെയാവും. ഓ, കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയാ കൊല്ലാൻ വരുന്ന മുഹമ്മൂടികൾക്ക് സിമ്പതി കൂടുവോ? അതല്ല ഞാൻ പറഞ്ഞേ. ആദ്യം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിത രീതിയൊക്കെ ഒന്ന് മാറ്റണം. എല്ലാം നോക്കിയും കണ്ണു വെച്ച് വിളമ്പി തരാൻ ഒരാള് അതുണ്ടായേ പറ്റൂ. ഒത്തിരി നാളായല്ലോ ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. ശരിയാ, ഒത്തിരി നാളായി ചേച്ചി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്രാവശ്യം ഞാൻ സമ്മതിച്ചു. തൽക്കാലം ചേച്ചി അകത്തേക്കല്ലേ, അവിടെ കൊച്ചമണിയുണ്ട്. ആ സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ആരും സങ്കടപ്പെടേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല.
ഐ എം സേഫ്. പോയി അവരവരുടെ ജോലികൾ ചെയ്യൂ. എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്റ്റാഫിന്റെ സങ്കടം താൻ കണ്ടതല്ലേ? ഇക്കണക്കിന് എന്നെ കൊന്നാൽ എന്തായിരിക്കും അവരുടെ സങ്കടം? സ്നേഹം സ്നേഹം സ്നേഹമല്ല മുതലാളി, ഒരു ഹോളിഡേ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാ. പാടില്ല. അങ്ങനെ ഒരു ഹോളിഡേ അവര് ഈ ജന്മം പ്രതീക്ഷിക്കണ്ട. ഓ. താനും ഓ. പോയി കാറ് കഴുകിയിട്ട് വാ. പോ. പത്രവാർത്ത കണ്ട് കനക ഒത്തിരി കരഞ്ഞു അല്ലേ? വായിച്ചോ? വായിച്ചു. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കൂ. ജോലി ശ്രദ്ധിക്കൂ പ്ലീസ്. എന്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട ഓ, ഇന്നും രാവിലെ രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ ശരീരം കണ്ടാൽ അറിയാം ദിവസം ഒരു 5-6 രക്തപുഷ്പാഞ്ജലികളും കഴിച്ചിട്ടാ വരുന്നതെന്ന്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. കനകം, നാളെ ഒരു വെടി വഴിപാടും കൂടെ നടത്തിയേക്ക്. ഏത് ഈപ്പച്ചലവും എനിക്ക് നല്ലൊരു ഐഡിയ. ഈപ്പച്ചനെ ഞാൻ മേടലേക്ക് വിളിപ്പിക്കാം. അവിടെ വെച്ചാകുമ്പോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്യാം. ഈപ്പച്ചന് തടസ്സം പറയുകയാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്തോളാം. അച്ഛൻ ഉരുണ്ടുകൾ ഇങ്ങോട്ട് അടിക്കണ്ട. കാരണം സഹിതം ചെന്ന് അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി. ഇലയ്ക്കും മുള്ളിലും ലാത്തിക്കും കേടില്ലാതാക്കി തരാൻ നേരിട്ട് എന്ന് വെച്ചാൽ എന്റെ തടി ഞാൻ നോക്കണ്ടേ? അയാളൊക്കെ ആണെങ്കിൽ അച്ഛനെന്നോ കപ്പ്യാരെന്നോ അപ്പനെന്നോ ഒരു വ്യത്യാസമില്ല. മാത്രമല്ല ഇന്ന് ദിവസവും നന്നല്ല, പിന്നെ കണി നന്നല്ല. രാവിലെ എഴുന്നേറ്റ് അച്ഛനോട് കണ്ണാടി നോക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇനി കണ്ണൊക്കെ കാണാം. ഈപ്പച്ച ഞാനാ, ഫാദർ ബെനഡിക്ട്. അച്ഛനാ? ഗുഡ് മോർണിംഗ് അച്ഛോ. ബുള്ളറ്റ് അച്ഛൻ ഇരിക്കണം. എന്റെ ബുള്ളറ്റ് വിറ്റതോടെ ഞാൻ പല്ല് കൊഴിഞ്ഞ സിംഹമായി പോകടോ ഈപ്പച്ച. അതല്ല, ഇന്നലെ രാത്രി എന്താ നടന്നത്? ഞാൻ നടന്നില്ലല്ലോ, കാറിലായിരുന്നല്ലോ. അല്ല, ഈപ്പച്ച പിള്ളേരുടെ കടയിൽ കാറ് കൊണ്ട് മുട്ടിച്ചെന്നോ അവിടെ എന്തോ കശപിശ നടന്നെന്നോ കേട്ടു. അച്ഛാ പിള്ളേര് അതല്ല, അവര് പെശകാണെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാം. അച്ഛനാ പിള്ളേരുടെ മാത്രം അച്ഛനല്ലല്ലോ. അല്ല. അച്ഛൻ എന്റെയോ അച്ഛനല്ലേ? അതെ. ഈ ഇടവക്കാരുടെ മുഴുവൻ അച്ഛനല്ലേ? അല്ല, അതെ അതെ അതെ. അച്ഛൻ, ബുള്ളറ്റ് അച്ഛൻ. ബുള്ളറ്റുമായി ഒരാൾ മുന്നിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? ഞാൻ ആദ്യം ഈ ലോഹ അങ്ങോട്ട് മടക്കി കുത്തും. എന്നിട്ട് ഞാൻ വലതുകാല് പൊക്കി ബുള്ളറ്റിന്റെ മേത്ത് വെക്കും, സ്റ്റാർട്ടാക്കും, ഗീറിടും. എന്നിട്ട് ഞാൻ ഈ ഇടവകയിലൂടെ ഞാൻ ചെത്തും. എവിടെ എന്റെ ബുള്ളറ്റ്? എന്റെ ബുള്ളറ്റ് എവിടെ? കർത്താവേ, എന്റെ ബുള്ളറ്റ്! ഒച്ച വെച്ചാ ഞാൻ അച്ഛനെ പുറത്താക്കേണ്ടി വരും. ബുള്ളറ്റ് ഉള്ള ഒരു തോക്കുമായി ഒരുത്തൻ മുമ്പിൽ വന്ന് നിന്നാൽ അച്ഛൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആർക്കും തോന്നാതിരിക്കട്ടെന്നാണ് പ്രാർത്ഥന മകനെ. എന്നാ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു. വാണം വിട്ടുപോലെ ഇല്ലയോ ഞാൻ പോയത്? ജീവനാണോ വലുത്, അവന്മാരുടെ ഐസ്ക്രീം ആണോ വലുത്? മനസ്സറിയാൻ വല്ലതും കൊടുക്കുമായിരുന്നു. അതിലൊരുത്തൻ എന്നെ റാസ്കൽ എന്ന് വിളിച്ചു. ഇനി 10 പൈസ കൊടുക്കില്ല. ഇനി പേരും പറഞ്ഞ് ആര് വന്നാലും അച്ഛനാണെന്നോ ആരാച്ചാരാണെന്നോ നോക്കില്ല, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. അച്ഛന്റെ കൂമ്പല്ല. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അവന്മാരുടെ കാര്യം പോട്ടെ, ആ അനാഥ പിള്ളേരുടെ കാര്യം പറഞ്ഞ് ഇനി ഞാൻ വരും. അച്ഛൻ വരൂ, അനാഥ പിള്ളേരുടെ കാര്യം പറയൂ, എന്താ വെച്ചാ ചെയ്തോ. ഈ ശോമിശാക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ ബാഗ് പിടിച്ചോ. വക്കാലത്തോര് വന്നിരിക്കുക. എന്താ ചേച്ചോ സംഗതി ഒത്തോ? വാ മക്കളെ, വാ മക്കളെ. ഞാൻ നിങ്ങളുടെ ആരാ മക്കളെ എന്ന് പറഞ്ഞ? വികാരി അച്ഛൻ. അതെ, വികാരവും വിവേകമുള്ള ഒരു വികാരിയാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചെയ്യായിരുന്നു. അതിനിപ്പോ എന്ത് പറ്റി? നിങ്ങളിൽ ആരാ അയാളെ റാസ്കൽ എന്ന് വിളിച്ചത്? അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? നീയാണല്ലോ മകനെ. എന്നാ അങ്ങോട്ട് ചെല്ല്, പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല. മാന്യമായി മദ്യപിച്ച് ജീവിക്കുന്ന ഒരു മഹാമനസ്കന്റെ മുഖത്ത് നോക്കി നിനക്കൊക്കെ ചീത്ത വിളിക്കാൻ എങ്ങനെ തോന്നിയടാ റാസ്കൽ? ഈ റാസ്കലിന് പകരം വേറെന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. നീ മിണ്ടരുത്. ഇനിയിപ്പോ എന്താ ഒരു വഴി? എടാ, നിന്റെ ആനി ഇൻഷുറൻസ് അല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. നമുക്ക് അവളെ പോയി വിളിച്ചാലോ? അതൊന്നും വേണ്ട, അവളെ വിളിക്കണ്ട. എന്നാ വാടാ, നമുക്ക് പോയി വിളിക്കാം. നിക്ക്, ഞാൻ വിളിക്കാം.